നമ്മളുടെ ഹോം സ്ക്രീനിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. ചില സമയത്ത് നമ്മൾ അവനെ കൈകൊണ്ട് തൂത്തനെ കളയും. ചിലപ്പോൾ അബദ്ധം പറ്റിയെന്നിരിക്കാം. അത് നമുക്ക് ചിലപ്പോൾ പ്രധാനപ്പെട്ട മെസ്സേജുകളും അത് ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. അപ്പോൾ അതെങ്ങനെ വീണ്ടെടുക്കുമെന്ന് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. അത് വീണ്ടെടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് ഇവിടെ തന്നെയുണ്ട്. അതേതാണെന്നാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും ചെയ്യണേ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എല്ലാ ആപ്ലിക്കേഷനും അവിടെ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്ന ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ആരും കാണാതെ ഹൈഡ് ചെയ്ത് വെക്കാം. അതിന് പറ്റിയ ഒരു സെറ്റിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് കാണാത്തവർ അതും ഒന്ന് കാണാൻ ശ്രമിക്കുക. സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നേരെ മുകളിലായി ഒരു സെർച്ച് ബാർ കാണാം. നിങ്ങൾ അവിടെ ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻ വന്നതായി കാണാം. നിങ്ങൾ അവിടെ നേരെ താഴെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാം. വീണ്ടും നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് കാണും. നിങ്ങൾ അവിടെ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഇങ്ങനെ ഓണായി വരികയും അത് ഓഫായി കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ തൂത്ത് കളയുന്ന എല്ലാ മെസ്സേജുകളും ഇവിടെ വന്ന് സേവ് ആയിക്കൊള്ളും. ഇതിങ്ങനെ ഓണാക്കിയിട്ടാൽ മാത്രമേ സേവ് ആകുകയുള്ളൂ. അപ്പോൾ എല്ലാ മെസ്സേജും നിങ്ങൾക്ക് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മെസ്സേജുകൾ വീണ്ടെടുക്കുവാനും സാധിക്കും. എൻ്റെ കൂട്ടുകാർക്ക് ഈ ചെറിയ അറിവ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.